സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനത്തിലുള്ള പട്ടിക രാജ്ഭവനെ സർക്കാർ കൈമാറി. 3 അംഗ പാനലാണ് സർക്കാർ ചാൻസലർക്ക് നൽകിയത്. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ നീക്കം. തിരുവനന്തപുരത്ത് മനീഷ് മൊഹിവാൽ തത്സമയം ചേരുകയാണ്. മനീഷ്, ഈ ചടുലമായ നീക്കം ഒരുപക്ഷെ കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിലേക്ക് നീങ്ങുന്നതിന്റെ ഫലമായിട്ടാണോ? അതേ സ്കാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെയും ഡിവിഷൻ ബെഞ്ചിൻ്റെയും വിധി മറികടന്നുകൊണ്ട് സുപ്രീം കോടതിയെ അടുത്ത ദിവസം ഗവർണർ രാജേന്ദ്ര സർവേക്കർ സമീപിക്കാൻ ഒരുങ്ങുന്ന സമയത്താണ് നിലവിൽ സർക്കാർ ഹൈക്കോടതിയുടെ നിലവിൽ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ സർക്കാരിന് നേരത്തെ നൽകിയിട്ടുള്ള പട്ടിക, അതായത് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിൽ നേരത്തെ തന്നെ സർക്കാർ 3 പേരുടെ പട്ടിക നൽകിയിരുന്നു. അതായത് 3 അംഗ പട്ടിക ഓരോ സർവകലാശാലയ്ക്കും വേണ്ടി നൽകിയിരുന്നു. അതിൽ ഡിജിറ്റൽ സർവകലാശാലയുടെ ഒരാൾ വിരമിച്ചു പോയ വ്യക്തിയാണ്. ആ വ്യക്തിക്ക് പകരം വേറൊരു വ്യക്തി മാറ്റുക മാത്രം ചെയ്തുകൊണ്ട് ആ 6 പേര്, അതായത് 5 പേരെ നിലനിർത്തിക്കൊണ്ട് ഒരാളെ മാത്രം പുതുക്കിക്കൊണ്ട് ഒരു 6 പേരുടെ പട്ടിക 2 സർവകലാശാലയ്ക്ക് വേണ്ടിയിട്ട് നിലവിൽ രാജ്ഭവന് കൈമാറിയിട്ടുണ്ട്. അത് ചാൻസലർക്ക് കൈമാറിയ ശേഷം അതിൽ നിന്നും തീരുമാനമെടുക്കാവുന്ന രീതിയിലാണ് സർക്കാർ ഇത് മുന്നോട്ട് വെക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശം അല്ലെ ഹൈക്കോടതി നിഷ്കർഷിക്കുന്നത് പറയുന്നത് ഗവൺമെന്റിന്റെ ശുപാർശ, സർക്കാരിന്റെ ശുപാർശയോട് മാത്രമേ ഒരു താൽക്കാലിക VCയെ നിയമിക്കാൻ പാടുകയുള്ളൂ. അങ്ങനെ നിയമിച്ചാൽ തന്നെ 6 മാസമായിരിക്കും എൻ്റെ കാലാവധി. ഒപ്പം തന്നെ എത്രയും വേഗം സ്ഥിരം VCയെ നിയമിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ സർക്കാരിനാണ് അത് സംബന്ധിച്ചുള്ള പൂർണ്ണ ഉത്തരവാദിത്തമുള്ളത്. അത് ചാൻസലർക്കോ VCക്കോ ഇത് സംബന്ധിച്ചുള്ള നിയമകാര്യങ്ങൾ സാങ്കേതികമായ ചില പരിമിതികളുണ്ട് എന്ന് വ്യക്തമാക്കിയത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും പിന്നീട് കഴിഞ്ഞ ദിവസം സുപ്രധാന വിധി പറഞ്ഞ ഡിവിഷൻ ബെഞ്ച് കൂടിയാണ്. അങ്ങനെ ഗവർണർ ആ രീതിയിൽ തനിക്കെതിരെ ഉണ്ടാകുന്ന സർക്കാർ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി, അതായത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ള സമയത്താണ് 2 സർവകലാശാലയും സിസ തോമസിനെയും ഒപ്പം തന്നെ ശിവപ്രസാദിനെ നിയമിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് പുതിയ ഗവർണർ അതിനു വേണ്ടിയിട്ട് വീണ്ടും അപ്പീൽ പോയിരുന്നു. അങ്ങനെ 2 ഗവർണർമാർ തന്നെ സർക്കാരിനെതിരായ നീക്കത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ കോടതിയിൽ നിന്നും ഈ രീതിയിലുള്ള ഒരു തിരിച്ചടി ലഭിക്കുന്നത്. അങ്ങനെ ആ തിരിച്ചടിയെ നിയമപരമായും സാങ്കേതികപരമായും നേരിടാൻ ഒരുങ്ങുമ്പോഴാണ് എത്രയും വേഗം, അതായത് കാലതാമസം ഉണ്ടാകുന്നത്, അതായത് അടുത്ത ദിവസം സുപ്രീം കോടതിയിൽ എത്തിയാൽ കൂടി ആ ഹർജി പരിഗണിച്ച് അത് വിധി പറയുന്നതിന് മുൻപേ തന്നെ ഇവിടെ സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് ഒരാളെ നിയമിക്കേണ്ടി വരും. അങ്ങനെ നിയമിക്കാനുള്ള ഒരു കൗശലം അത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇതിൽ കാണുന്നത്. അങ്ങനെ ആ രീതിയിൽ നാളെയോ മറ്റന്നാളോ തന്നെ പുതിയ VCമാരെ ഈ 2 സർവകലാശാലയിലും നിയമിക്കേണ്ടി വരും. SK. മനീഷ് മൊഹിവാലാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു മനീഷ്.